بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم عافنا واعف عنا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك من يوم السوء ومن ليلة السوء ومن ساعة السوء ومن صاحب السوء ومن جار السوء في دار المقامة. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തു അൽ വാസിത്തിയ്യ എന്ന മഹത്തരമായ റിസാലയാണ് നമ്മൾ ഈ മജ്ലിസിലൂടെ പഠനം ആരംഭിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഒരു ലഘു ചരിത്രമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ ഈ പഠിക്കുന്ന റിസാലയെക്കുറിച്ച്, അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിനെ കുറിച്ച് ആണ് ആദ്യം അല്പം സൂചിപ്പിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ റിസാല ഷെയ്ഖുൽ ഇസ്ലാം എഴുതാൻ ഒരു കാരണമുണ്ടായിരുന്നു. അതായത് വാസിത്ത് എന്നു പേരുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അത് ഇറാഖിലെ ഒരു നാടാണ്. ഇറാഖിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന പഴയകാലത്തെ ഒരു അമീർ അദ്ദേഹം നിർമ്മിച്ച ഒരു പട്ടണമാണ്. അവിടെ നിന്ന് ഒരു പണ്ഡിതൻ റദിയുദ്ദീൻ അൽ വാസിത്തി റഹിമഹുല്ലാഹ്, ഷാഫിഈ മദ്ഹബുകാരനായിരുന്ന റദിയുദ്ദീൻ അൽ വാസിത്തി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയയോട് അഖീദയിൽ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനുമെല്ലാം പഠിച്ചു മനസ്സിലാക്കാൻ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി പഠിക്കാൻ ഒരു ഗ്രന്ഥം എഴുതി തരണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ് ഈ റിസാല, ഈ കിതാബ് എഴുതുന്നത്. ഇബ്ൻ തൈമിയയുടെ ഗ്രന്ഥങ്ങളുടെ എല്ലാം പ്രത്യേകത, അതിൻ്റെ എല്ലാം പൊതുവെയുള്ള ഒരു സവിശേഷത ഇതാണ്: അദ്ദേഹം എന്തെങ്കിലും എഴുതാൻ വേണ്ടി എഴുതിയതല്ല, മറിച്ച് ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക്, ചോദ്യങ്ങൾക്കുള്ള മറുപടിയായും മറ്റും എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളുടെയും എഴുത്തുകളുടെയും ഒരു പ്രത്യേകത ഇതാണ്. അതായത് കിടക്കട്ടെ, എൻ്റെ ഒരു കിതാബ്, എന്തെങ്കിലും ഒരു പുസ്തകം നമ്മുടെ പേരിൽ വേണമല്ലോ എന്ന നിലക്കുള്ള എഴുത്തല്ല, മറിച്ച് ആ എഴുത്ത് പലതും ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതായത് അതിന് ഈ വിഷയം ആളുകൾക്ക് ഇപ്പോൾ അറിയേണ്ടതുണ്ട്. ഇതിൽ പല തെറ്റിദ്ധാരണകളുമുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അറിയാത്ത ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കാരണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ. വല്ലാഹു അലം, പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ആ ആവശ്യത്തിന്, ആ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതുമ്പോൾ പലപ്പോഴും ആളുകളുടെ ഖലാസ് അത് കൂടുതൽ നന്നായി നിലനിൽക്കും. ഖലാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഏത് പ്രവർത്തനങ്ങളുടെയും നിലനിൽപ്പ്. ഖലാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളുടെയും നിലനിൽപ്പ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുവത്തയെക്കുറിച്ച്, അതുപോലെ മറ്റു പല പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. അവരത് രേഖപ്പെടുത്തുന്ന കാലത്ത് ആളുകൾ പലരും ചോദിച്ചു, എന്തിനാണ് പലരും കിതാബുകൾ എഴുതിയിട്ടുണ്ടല്ലോ, പലരും എഴുതുന്നുണ്ടല്ലോ, എന്തിനാണ്? അപ്പോൾ അവർ പറഞ്ഞ മറുപടിയിൽ നമുക്ക് കാണാം, മാ കാന ലില്ലാഹി യബ്ഖാ,
അള്ളാഹുവിന് വേണ്ടി ഉള്ളതെന്തോ അത് ബാക്കിയാകും, അള്ളാഹുവിന് വേണ്ടി ഉള്ളത് നിലനിൽക്കും. എന്നാൽ മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നീയത്തിൽ കലർപ്പ് വന്നാൽ അത് ഒരാളും അറിയപ്പെടാതെ രൂപത്തിൽ പലപ്പോഴും അത് മൺമറഞ്ഞു പോകും. എന്നാൽ അള്ളാഹുവിന് വേണ്ടി അത് രേഖപ്പെടുത്തിയതാണ് എങ്കിൽ എത്ര ആളുകൾ ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിലും, എത്ര ഗ്രന്ഥങ്ങൾ ഉണ്ട് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തും. പല പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്കത് കാണാം. ആധുനിക കാലത്ത് പോലും ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തഫ്സീറുകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ അറബ് ലോകത്തുണ്ട്, അറബി ഭാഷയിൽ. സുബ്ഹാനല്ലാഹ്, എത്ര കിതാബുകളുണ്ട്, എത്ര തഫ്സീറുകളുണ്ട്. പഴയ കാലം തൊട്ട് പിന്നീട് ഒരുപാട് തഫ്സീറുകൾ, അറബി ഭാഷയിലാണ് തഫ്സീറുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ ഈ ഒരു തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദായ ഷെയ്ഖായ സഅദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം എഴുതിയ ആ ഒരു കൊച്ചു തഫ്സീർ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് ഒരുപാട് ഹദീസുകളോ മുൻഗാമികളുടെ ഉദ്ധരണികളോ ഒന്നും യഥാർത്ഥത്തിൽ ആ തഫ്സീറിൽ ഇല്ല, വളരെ ചുരുങ്ങിയെടുത്ത് മാത്രം അല്ലാതെ. എന്നാൽ അതിലുള്ളത് ആ ഖുർആൻ ആയത്തുകളുടെ ഒരു ചെറിയ വിവരണമാണ്. ഖുർആൻ ആയത്തുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിലുള്ള വിവരണം. പക്ഷേ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ ഗ്രന്ഥത്തിന് നൽകിയ ബറക്കത്ത് അത്ഭുതകരമാണ്. ലോകത്തുള്ള മക്തബകൾ, ഗ്രന്ഥാലയങ്ങൾ, ലൈബ്രറികൾ, അതിൽ ഈ കിതാബ് ഇല്ലാത്ത മക്തബകൾ അത് വളരെ കുറവാണ്. അതിൻ്റെ ഒരുപാട് കോപ്പികൾ വിദ്യാർത്ഥികളുടെ കയ്യിലും അതുപോലെ ഗ്രന്ഥാലയങ്ങളിലും ധാരാളമായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ ബറക്കത്ത് നൽകുകയുണ്ടായി. ആ ബറക്കത്ത് പൊതുവെ ഗ്രന്ഥം എഴുതിയ ആളുടെ ഇഖ്ലാസിൻ്റെ സൂചനയാണ്. ഇഖ്ലാസോടെ അത് എഴുതിയതായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തും. അറിവിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ, അത് പഠിക്കുന്നതിൽ എല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാ ഔ ലിയുമാരിയ ബിഹി സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു ജഹന്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തഅല്ലമൽ ഇൽമ, ആരാണോ അറിവ് പഠിച്ചത്, മതവിജ്ഞാനം നേടിയത്, ലിയുജാരിയ ബിഹിൽ ഉലമാ, പണ്ഡിതന്മാരുടെ കൂടെ നടക്കാനോ, ഔ ലിയുമാരിയ ബിഹി സുഫഹാ, വിവരമില്ലാത്ത ആളുകളോട്, വിവേകമില്ലാത്തവരോട് തർക്കിക്കാനോ, ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി, ജനങ്ങളുടെ മുഖങ്ങളെ തന്നിലേക്ക് തിരിക്കാനോ അഥവാ ജനശ്രദ്ധ നേടാനോ മറ്റോ ഈ മതവിജ്ഞാനം ഒരാൾ പഠിച്ചാൽ അദ്ഖലഹുല്ലാഹു ജഹന്നം, അള്ളാഹു അവനെ ജഹന്നമിൽ പ്രവേശിപ്പിക്കും. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നിയാത്ത് നന്നാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിവ് പഠിക്കുക എത്ര ശ്രേഷ്ഠമായ ഇബാദത്താണ്. നബിമാരുടെ അനന്തര സ്വത്താണ് മതവിജ്ഞാനം എന്ന് പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിറാത്ത്, നബിയുടെ അനന്തര സ്വത്ത് നമ്മൾ നേടിയെടുക്കുക എന്നതിനേക്കാളും ശ്രേഷ്ഠമായ മറ്റെന്തുണ്ട്? സമ്പത്തിനേക്കാൾ, അധികാരത്തെക്കാൾ, സ്വാധീനങ്ങളെക്കാൾ എല്ലാം ശ്രേഷ്ഠമാണ് ഈ അറിവ് നേടിയെടുക്കുക എന്നത്. ഖാല അല്ലാഹ് ഖാല റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിജ്ഞാനം പഠിക്കുക എന്നത് എത്ര ശ്രേഷ്ഠമായ ഇബാദത്താണ്, എത്രയോ ശ്രേഷ്ഠമായ ഇബാദത്താണ്. പക്ഷേ അതുപോലും നീയത്തിൽ കലർപ്പ് വന്നാൽ ഈ രൂപത്തിലായിരിക്കും അതിൻ്റെ അവസ്ഥ. അതിൻ്റെ കാര്യം പരിതാപകരമായിരിക്കും. നസഅലുല്ലാഹൽ ആഫിയ വസ്സലാമ. നിയത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ കിതാബുകളുടെ സ്വീകാര്യത അവരുടെ ഇഖ്ലാസിലേക്കുള്ള സൂചനയാണ്. അവർ വലിയ ഇഖ്ലാസോടെ രേഖപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അത്രയും സ്വീകാര്യത അള്ളാഹു അതിന് മുസ്ലിമീങ്ങൾക്കിടയിൽ നൽകിയത്. അതിന് നിലനിൽപ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത്. റദിയുദ്ദീൻ അൽ വാസിത്തി എന്ന ഈ പണ്ഡിതൻ, അദ്ദേഹം ഹജ്ജിന് പോയതായിരുന്നു. ഹജ്ജിന് പോയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന്
പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ കാണാനായി ചെന്നു. എന്നിട്ട് തൻ്റെ നാട്ടിലെ ആളുകൾ വിശ്വാസകാര്യത്തിൽ വളരെ അബദ്ധത്തിലാണ്, ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നു എന്ന കാര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഇബ്നു തൈമിയ്യയുമായി അദ്ദേഹം പങ്കുവച്ചു. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനോട് ഒരു ഗ്രന്ഥം എഴുതാൻ പറയുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അറിവുള്ള ഖ്ലാസുള്ള ജനങ്ങളോട് നസീഹത്തുള്ള ആളുകളുടെ രീതിയാണിത്. ജനങ്ങൾ തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്നു എന്നതിൽ അവർക്ക് പ്രയാസമുണ്ടാകും. ആളുകൾ എന്തോ ആയിക്കോട്ടെ, ജനങ്ങൾ എന്തു വേണമെങ്കിലും വിശ്വസിച്ചോട്ടെ, അവർ ദീനിൻ്റെ കാര്യത്തിൽ എന്തു ആയിക്കോട്ടെ എന്ന ഒരു നിലപാട്, അതിലൊക്കെ ഒരു അനങ്ങാപ്പാറ നയം ഒരിക്കലും നസീഹത്തുള്ള ആളുകൾ സ്വീകരിക്കുകയില്ല. നസീഹത്ത് നമുക്ക് നിർബന്ധമാണ്, നസീഹത്തില്ലാതെ ദീനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. ദീൻ എന്നാൽ നസീഹത്താണ്, ഗുണകാംക്ഷ ആണ്, കൂറുപാലിക്കലാണ്. അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷ പാലിക്കലാണ്, കൂറുപുലർത്തലാണ്. അദ്ദീനു അന്നസീഹ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടാണ് അള്ളാഹുവിൻ്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലിയ ഇമ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം. അള്ളാഹുവിനോടും അവൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികളോടും നേതാക്കന്മാരോടും വ അമ്മത്തിഹിം അവരിലെ പൊതുജനങ്ങളോടും കൂറുപാലിക്കുക, അതാണ് ദീൻ. അതില്ല എങ്കിൽ ദീനില്ല. അതില്ല എങ്കിൽ ദീൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ്റെ കിതാബ് പിൻപറ്റുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, നബിയെ സ്നേഹിക്കുക, അവിടുത്തെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുക, അതിൽ പ്രയാസമുണ്ടാവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിഫാഅ് ചെയ്യുക, ഈ ദീനിനെതിരെ വരുന്ന കാര്യങ്ങളെ സാധിക്കുന്ന രൂപത്തിൽ തൻ്റെ വാക്കുകൊണ്ട് എഴുത്തുകൊണ്ടെല്ലാം പ്രതിരോധിക്കുക, മുസ്ലിം ഭരണാധികാരികളോട് നസീഹത്തുണ്ടാവുക, മുസ്ലിം പൊതുജനങ്ങളോട് അവരെ നന്മ പഠിപ്പിച്ച് അവർക്ക് പ്രയാസം വരുന്നതിൽ പ്രയാസമുണ്ടാവുകയും അവരെ നല്ല വഴിയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുക നസീഹത്താണ്. ഇതുണ്ടായിരിക്കണം. ചില ആളുകളെ നോക്കൂ നിങ്ങൾ, ആളുകൾ എന്ത് വിശ്വാസം പേറിയാലും ദീനിൽ അവരേത് പിഴച്ച വഴിയിലെത്തിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. എന്താണ് അവരുടെയൊക്കെ ഒരു നിലപാട്? നമുക്ക് തോന്നിപ്പോകും, അവരുടെ ദുനിയാവ് നേരെ ആയാൽ മതി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവന് തിന്നാനും കുടിക്കാനും കിട്ടിയാൽ ആളുകളുടെ ദീൻ എന്തായാലും യാതൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇത് സഹോദരങ്ങളെ ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് വലിയ വലിയ വൻ പാപങ്ങൾ ചെയ്യുന്നവരെക്കാളും മോശക്കാരായിരിക്കും അവർ. എന്തുകൊണ്ട്? ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, കാരണം ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ദീൻ ചവിട്ടിമതിക്കപ്പെടുന്നു, തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കപ്പെടുന്നു, ദീനിൻ്റെ പേരിൽ ബാത്തിലുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു, അതിൻ്റെ പേരിൽ അവൻ്റെ മുഖമൊരിക്കലും ചുവന്നിട്ടില്ല. അതിൻ്റെ പേരിൽ അവൻ്റെ മുഖമൊരിക്കലും ചുവന്നിട്ടില്ല. അവനതിലൊരു പ്രയാസവും ഉണ്ടായില്ല, അവന് കോപമുണ്ടായില്ല. സുബ്ഹാനല്ലാഹ്. ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫുസ്സാക്കുകളായ വളരെ മോശം തിന്മകൾ ആളുകളെക്കാൾ മോശക്കാരാണ് ഇവർ. നോക്കൂ നിങ്ങൾ, ഇബാദത്തുകളൊക്കെ വശം ഉണ്ടാകും, പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ചവിട്ടിമതിക്കപ്പെട്ടാലോ, ദീനെതിരിൽ ബാത്തിലുകൾ ബിദ്അത്തും ശിർക്കും ഖുറാഫാത്തും ഒക്കെ പ്രചരിപ്പിച്ചാൽ ഒരു കുഴപ്പവും അവന് കാണുകയില്ല. എന്തോ നിസാരമായി ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ ആയിരിക്കും. അങ്ങനെ ആകാൻ സഹോദരങ്ങളെ നമുക്ക് പാടില്ല, പാടില്ല. ഈ പണ്ഡിതൻ ഇബ്നു തൈമിയ്യയുടെ അരികിൽ ചെന്ന് തൻ്റെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രയാസം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് അഖീദയിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും പഠിക്കാനൊരു ഗ്രന്ഥം എഴുതാൻ ആവശ്യപ്പെട്ടു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആദ്യം പറഞ്ഞു അദ്ദേഹത്തോട്, അഖീദയിൽ ഒരുപാട് ആളുകൾ മുൻപേ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു കിതാബ് നിങ്ങളെടുത്തോളൂ. പക്ഷേ അദ്ദേഹം റദിയുദ്ദീൻ അൽ വാസത്തി അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പറയല്ല, നിങ്ങൾ തന്നെ എഴുതിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അസ്ർ നിസ്കാരത്തിന് ശേഷം ഒരു ഇരിപ്പിൽ എഴുതിയതാണ് അൽ അഖീദത്തുൽ വാസത്തിയ്യ എന്ന ഈ റിസാല. നോക്കൂ, നമുക്ക് അത്ഭുതം തോന്നും. ഈ ചെറിയ സമയത്ത് അദ്ദേഹം എഴുതിയ ഈ കിതാബ് തൻ്റെ ഹിഫ്ളിൽ നിന്നാണ് അത് എഴുതുന്നത്. ഖുർആനിൽ ആയത്തുകൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, മുൻഗാമികളിൽ നിന്നുള്ള ഉദ്ധരണികളുണ്ട്. പക്ഷേ പദങ്ങളിൽ പോലും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് വളരെ കുറവാണ്. പദങ്ങൾ പോലും, അതിലെ ആശയം
ഉദ്ധരിക്കുകയല്ല, വാക്ക് പോലും തെറ്റാതെയാണ് എഴുതിയിട്ടുള്ളത്. ഇത് ചെറിയൊരു റിസാലയാണ്, സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇതിനേക്കാളും ബൃഹത്തായ ഷെയ്ഖുൽ ഇസ്ലാം തന്നെ എഴുതിയ മറ്റൊരു അഖീദയുണ്ട്, അല്ല അഖീദ അൽ ഹമവിയ്യ. നോക്കൂ നിങ്ങൾ, അത് ഇതുപോലെ ളുഹറിന് ശേഷം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എഴുതിയതാണ്. ഹമാത്ത് എന്ന സ്ഥലത്തെ ആളുകൾക്ക് വേണ്ടിയാണ് അത് എഴുതിയത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ചെറിയ സമയത്തിനുള്ളിൽ എഴുതി തീർക്കുന്നു. യഥാർത്ഥത്തിൽ അതിൽ ആശയങ്ങൾ വളരെ വലുതാണ്, ഒരുപാട് സമയമെടുത്ത് പഠിക്കാനുള്ളതാണ്. ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ഇത് ഒരുപാട് ആശയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുകയുണ്ടായി. ഈ റിസാലയുടെ ഒരു പ്രത്യേകത മറ്റുള്ള റിസാലയിൽ നിന്ന് വ്യത്യസ്തമായി, ഉദാഹരണത്തിന് തദ്മുരിയ പോലെയുള്ള, ഹമവിയ പോലെയുള്ള മറ്റുള്ള കിതാബുകളിൽ ഷെയ്ഖുൽ ഇസ്ലാം പിഴച്ച കക്ഷികളുടെ വാദങ്ങളും അവരുടെ വാദമുഖങ്ങളും അതിൻ്റെ മറുപടിയും ഒക്കെ വിശാലമായി എഴുതിയത് കാണാം. നലിവാസത്തയ്യയിലോ അങ്ങനെ ഒന്നുമില്ല. മറിച്ച് ഒരാൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഹെഫ്ളാക്കിയാൽ വളരെ മനോഹരമാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പദങ്ങളിൽ പോലും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഭാഷ മാത്രം അതിലൊതുങ്ങി നിൽക്കാൻ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, പിന്നീട് ഇബ്നു തൈമിയ്യയുടെ ചരിത്രത്തിൽ ചില ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്തത് പലതും ഭരണാധികാരികളുടെ അരികിലും മറ്റും പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ വിശ്വാസമുണ്ട്, ഇങ്ങനെ വിശ്വാസമുണ്ട്, ഇങ്ങനെ പലതും പ്രചരിപ്പിച്ചു. അത് നോക്കൂ, എല്ലാ കാലത്തെയും ഈ ദലാലത്തിൻ്റെ ആളുകളുടെ സ്വഭാവമാണ്. എന്ത് നേരായ ദീൻ പറയുന്ന ആളുകളെക്കുറിച്ച് അവർക്കില്ലാത്ത വാദങ്ങളുണ്ട് എന്ന് പറഞ്ഞു പലരും പ്രചരിപ്പിക്കും. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങളെ തൗഹീദ് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ആളുകളെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? സലാത്ത് ചൊല്ലുകയില്ല, ഇവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുവൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ല, കാഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾക്ക് ഒട്ടും സ്നേഹമില്ലെങ്കിൽ അവൻ മുസ്ലിമാണോ? കാഫറാണ് അവൻ. ഇവർക്ക് നബിയോട് സ്നേഹമില്ല, ഔലിയാക്കളെ ബഹുമാനിക്കുകയില്ല, സലാത്ത് ചൊല്ലുകയില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. വല്ല പൂച്ചയോ മറ്റോ ചത്താൽ എങ്ങനെയാണ് കുഴിച്ചിടുന്നത് അതുപോലെ മരിച്ചവരെ കുഴിച്ചിട്ട് തിരിച്ചു വരും. ഖബർ സിയാറത്ത് ചെയ്യുകയില്ല. എന്തെല്ലാം കളവുകൾ പ്രചരിപ്പിക്കുന്നു. അത് ഏത് കാലത്തും ബിദ്അത്തിൻ്റെ പിഴച്ച വാദങ്ങളുടെ കക്ഷികളുടെ സ്വഭാവമാണ്. ഹക്കിനെക്കുറിച്ച്, അതിൻ്റെ ഉലമാഇനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്തെല്ലാം കളവുകൾ ആളുകൾ പ്രചരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വായിച്ച ഒരാൾക്ക് അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, പണ്ട് ഈ നാട്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് എപ്പോഴും ചീത്ത പറയും. ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് മോശമായത് പറയും. ഒരിക്കൽ അദ്ദേഹത്തിന് മറ്റൊരാൾ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദ്, ആ ഗ്രന്ഥം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചട്ട കീറിക്കളഞ്ഞ് വായിക്കാൻ കൊടുത്തു. എന്നിട്ട് നിങ്ങളിതൊന്ന് വായിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണം. അദ്ദേഹം ആ കിതാബ് വായിച്ചു. കിതാബ് വായിച്ചതിന് ശേഷം പിന്നീട് ഇദ്ദേഹം ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട്? വളരെ മനോഹരമായ കിതാബാണ്. ആരാണ് ഇത് എഴുതിയത്? അപ്പോൾ പറയും, നിങ്ങളെപ്പോൾ രാവും പകലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കിതാബാണ്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാരണം അതിൽ ഖാല അല്ലാഹു ഖാല റസൂലു, അള്ളാഹു പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, കിതാബും സുന്നത്തും പ്രചരിപ്പിച്ച പണ്ഡിതന്മാരെ കുറിച്ച് അവരെന്തോ പുതിയ ദീൻ കൊണ്ടുവന്നു എന്ന രൂപത്തിൽ ആളുകൾ സംസാരിക്കും. വഹാബിസമാണ് ഇത്. ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ദീനാണ്, ഇബ്നു അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ദീനാണ്. അല്ല, നമ്മൾ പിൻപറ്റുന്നത് അവർ പറഞ്ഞ കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ദലീലുകളെയാണ്. അതല്ലാതെ അവരുടെ ദീനല്ല. അവരുടെ കിതാബിൽ നിന്ന് ഇവർ കൊണ്ടുവരട്ടെ, കിതാബ് ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത എന്തെങ്കിലും പുതിയ വാദം. അതാണല്ലോ സത്യസന്ധരായ ആളുകൾ ചെയ്യേണ്ടത്. മറിച്ച് അതിനു പകരം എന്തു ചെയ്യും? ആളുകളെ അകറ്റാൻ, ജനങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി ഇവർക്ക് പുതിയ വാദമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ ജനങ്ങളെ വെറുപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഇവർ കണ്ടുപിടിച്ച വഴിയാണ് തീവ്രവാദം ആരോപിക്കുക. തീവ്രവാദികൾ, ഭീകരവാദികൾ, വഹാബി ഭീകരരാണ് എന്നിങ്ങനെ പറഞ്ഞു പാടിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ്? ആളുകളെ വെറുപ്പിക്കാൻ, ജനങ്ങളെ ഓരോ കാലത്ത് വെറുപ്പിക്കാൻ എന്തുണ്ട് വഴി?
ആ വാക്ക് തേടിപ്പിടിച്ച് സത്യം പറയുന്ന ആളുകൾക്കെതിരിൽ ഉപയോഗിക്കും. അത് ഈ ആളുകളുടെ സ്വഭാവമാണ്. പക്ഷേ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഹക്ക് അത് എപ്പോഴും മുകളിലായിരിക്കും, ഒരു വിജയമുണ്ടാകും. എല്ലാവരുടെയും കണ്ണും കാതും മൂടിക്കെട്ടാൻ ആളുകൾക്ക് സാധ്യമല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അഹ്ലുസുന്നത്തിൻ്റെ വാക്ക് അത് അവർ എവിടെ ഏത് മൂലയിലിരുന്ന് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എത്തേണ്ടടുത്ത് എത്തിക്കും. അള്ളാഹു അത് ആളുകൾക്കിടയിൽ എത്തിക്കും. ഒരിക്കലും മൂടി വെക്കാൻ സാധ്യമല്ല. കാരണം അത് യഥാർത്ഥ ദീനാണ്, അത് പുതിയ ദീനല്ല, അത് യഥാർത്ഥ ദീനാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് ഭരണാധികാരികൾക്കിടയിൽ ഇല്ലാത്തതെല്ലാം പറയുകയും അങ്ങനെ ആ ഭരണാധികാരികൾ ഇബ്നു തൈമിയെ വിളിപ്പിക്കുകയും ചെയ്ത പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്നിൽ ഷെയ്ഖുൽ ഇസ്ലാം വന്നു, മറ്റുള്ള അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകളുമുണ്ട്. ഇബ്നു തൈമിയയോട് ചോദിച്ചു, ഭരണാധികാരി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിശ്വാസം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുക, എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും ഞാൻ എന്തെങ്കിലും ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മൂടി വെക്കുകയാണ് എന്ന്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ നേരത്തെ എഴുതിയ ഈ അഖീദ അൽ വാസിത്തിയ്യ ആ ഗ്രന്ഥമുണ്ട്, അത് നമുക്കിവിടെ കൊണ്ടുവരാം, അത് നമുക്കിവിടെ വായിക്കാം. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ മജ്‌ലിസിൽ ഈ ഗ്രന്ഥം കൊണ്ടുവന്നു, അത് വായിച്ചു. എന്താണ് അതിലുള്ളത്? ഇൻഷാ അള്ളാഹ് അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാണ്. ഈ ഉമ്മത്തിലെ ആദിമ തലമുറ അൽ ഖുറൂനുൽ മുഫദ്ദല എന്നറിയപ്പെടുന്ന ആദ്യത്തെ 3 തലമുറയുടെ വിശ്വാസം എന്താണോ, സഹാബത്തിൻ്റെ താബിഈങ്ങളുടെ തബഉ താബിഈങ്ങളുടെ വിശ്വാസം എന്താണോ, അതേ ഇതിലുള്ളൂ. അത് കൊണ്ടുവന്ന് വായിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, 3 വർഷം ഞാൻ നിങ്ങൾക്ക് സമയം തരാം, 3 കൊല്ലം. എന്തിനു വേണ്ടി? ഇതിൽ പറഞ്ഞതിന് എതിരായി ആ ആദിമ 3 തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇതിനെതിരായി പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരൂ, ഒരു ഹർഫ് കൊണ്ടുവരൂ, ഒരക്ഷരം നിങ്ങൾ കൊണ്ടുവരൂ, ഞാൻ നിങ്ങൾക്ക് 3 വർഷം സമയം തരാം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു. 3 അല്ല, 100 അല്ല, 300 അല്ല, അതിലധികം വർഷങ്ങൾ, 600ഉം 700ഉം വർഷങ്ങൾ കഴിഞ്ഞു. ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഒരാൾക്കും സാധിക്കുകയുമില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ദീനല്ല, അത് ഇതിലുള്ളത് ഖുർആനും സുന്നത്തുമാണ്. ഈ ഉമ്മത്തിൽ ആദിമ തലമുറയുടെ വിശ്വാസമാണ്. ആർക്കാണ് ഒരു ബുദ്ധിയുള്ള, ആർക്കാണ് ഈ ദീനിനോട് സ്നേഹമുള്ള, ആർക്കാണ് തന്നോട് താൻ രക്ഷപ്പെടണം എന്ന് ചിന്തയുള്ള ആർക്കാണ് ഖാല അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ സാധിക്കുക? കഴിയുകയില്ല. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണിത്. ഇതിൻ്റെ വലിപ്പം വളരെ കുറവാണ്, എന്നാൽ ഇതിൽ ആശയം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് രേഖപ്പെടുത്തപ്പെട്ടതു മുതൽ ധാരാളം പേർ ഇത് ഹെഫ്ളാക്കുകയും ഒരുപാട് പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുകയും ഇതിന് വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ ധാരാളം പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. എന്താണ് ഈ കിതാബിലെ മദ്മൂൻ? ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇതിൻ്റെ ഉള്ളടക്കം ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് ഉസൂലുൽ ഈമാൻ അസ്സിത്ത, ഈമാനിൻ്റെ 6 അസ്ലുകൾ, ഈമാൻ കാര്യങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തിൻ്റെ ഉസൂലുകളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ആ 6 ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഇതാണ് ഒന്ന്. രണ്ടാമത്തത്, അഹ്ലുസുന്നത്ത് പിഴച്ച കക്ഷികളിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ചില പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. അഹ്ലുസുന്നത്തും അവർക്ക് പുറത്തുള്ളവരും വേറിട്ട് നിൽക്കുന്ന ചില ഭാഗങ്ങൾ, അത് ചിലപ്പോൾ ഒരു ഫിഖ്ഹിയായ മസ്അലയായിരിക്കും, ഒരു കർമ്മശാസ്ത്രത്തിലെ ഒരു വിഷയമായിരിക്കും, വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല. എങ്കിൽ പോലും ചില കാര്യങ്ങൾ അഹ്ലുസുന്നത്തും പിഴച്ച കക്ഷികളും വേർതിരിയുന്ന ഇടമായിരിക്കും. ഇസ്ലാമിൻ്റെ ശരിയായ റൂട്ടിലുള്ളവരും അല്ലാത്തവരും വേർതിരിയുന്ന ഭാഗമായിരിക്കും.
ഉദാഹരണത്തിന് റാഫിദികൾ, ഷിയഇകൾ അവരുടെ പിഴച്ച വാദമാണ് വുദൂ ചെയ്യുമ്പോൾ കാൽ കഴുകേണ്ടതില്ല, മറിച്ച് കാൽ തടവിയാൽ മതി. എന്നാൽ ഖുഫ ധരിച്ചാൽ, ഷൂസോ സോക്സോ മറ്റോ ധരിച്ചാൽ, ഷൂസ് ധരിച്ചാൽ അതിനു മുകളിൽ തടവുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച ധാരാളം സഹാബിമാർ ഉദ്ധരിച്ച നിയമമുണ്ട്. വുദൂ ചെയ്തുകൊണ്ട് ഒരാൾ ഖുഫ ധരിച്ചാൽ, ഷൂസ് ധരിച്ചാൽ പിന്നെ വുദൂ ചെയ്യുമ്പോൾ അതഴിച്ച് കാൽ കഴുകേണ്ടതില്ല, അതിൻ്റെ മുകളിൽ തടവാം. യാത്രക്കാരന് 3 രാത്രിയും 3 പകലും, നാട്ടിലുള്ള ആൾക്ക് 1 രാത്രിയും 1 പകലും. ഇത് ഷിയാക്കൾക്ക് അവരത് അംഗീകരിക്കുകയുമില്ല, റാഫിദികൾ അത് അംഗീകരിക്കുകയില്ല. അങ്ങനെ ഒരു കാര്യം അവർ അംഗീകരിക്കുകയില്ല. അതേസമയം വുദൂ ചെയ്യുമ്പോൾ കാല് സാധാരണ കഴുകണോ? വേണ്ട, തടവിയാൽ മതി. ഈ പിഴച്ച ധാരണ പേറുന്നവരാണ് റാഫിദികൾ. ഇത് നോക്കൂ, ഫിഖ്ഹിയായ ഒരു മസലാണ്. പക്ഷേ എങ്കിൽ പോലും അവരുടെ അടയാളമായി അത് മാറി. അഹ്ലുസുന്നത്തിൽ നിന്ന് അവർ ഇതുമായി വേറിട്ടു നിന്നു. അതുകൊണ്ട് ആ വിഷയം അഹ്ലുസുന്നത്തിൻ്റെ അടയാളമാണ്. വിശ്വാസം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അതുകൊണ്ട് ആ വിഷയം പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. അഖീദ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറയാനത് ഒരു ഫിഖ്ഹി കർമ്മശാസ്ത്രപരമായ വിഷയമാണ്. പക്ഷെ അത് അഹ്ലുസുന്നത്തും അല്ലാത്തവരും വേർതിരിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം കൊണ്ടുവരും. ഇപ്പം നോക്കൂ, സഹാബത്തിനോടുള്ള നിലപാട് അഹ്ലുസുന്നത്തും അവരല്ലാത്തവരും പിഴച്ച കക്ഷികളും വേർതിരിയുന്ന നിലപാടാണ്. നമ്മൾ നേർക്കുനേരെ ഒറ്റയടിക്ക് നോക്കിയാൽ 6 ഈമാൻ കാര്യങ്ങളുമായി അത് നേർക്കുനേരെ ബന്ധം നമ്മൾ കാണുകയില്ല. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അഹ്ലുസുന്നത്തും അല്ലാത്തവരും വേർതിരിയുന്ന വിഷയമാണ്. ഇതാണ് ഈ കിതാബിലെ 2ാമത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് ഞാൻ പറഞ്ഞു, 6 ഈമാൻ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതും. 2ാമത്തത് അഹ്ലുസുന്നത്ത് അഹ്ലുൽ ബിദ്അഉമായി, ഇസ്ലാമിൻ്റെ നേരായ വഴിയിലുള്ളവർ പിഴച്ച കക്ഷികളുമായി വേർതിരിയുന്ന വിഷയങ്ങൾ. 3ാമത്തത് ഈ കിതാബ് സുബ്ഹാനല്ലാഹ് ഇബ്നു തൈമിയ അവസാനിപ്പിക്കുന്നത് ഇതിൻ്റെ ഒടുവിൽ നമുക്ക് കാണാം ശ്രേഷ്ഠമായ ചില സ്വഭാവ ഗുണങ്ങൾ. ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക, അവരോട് അതിക്രമം ചെയ്യാതിരിക്കുക, ആളുകളുടെ മെക്കിട്ട് കയറാതിരിക്കുക പോലെയുള്ള ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൻ്റെ ഒടുവിൽ വിശദീകരിച്ചത് കാണാം. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കുക, അത് അഹ്ലുസുന്നത്തിൻ്റെ സ്വഭാവങ്ങളാണ്. അവരാ സ്വഭാവങ്ങൾ പാലിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അത് ആർക്ക് എങ്ങനെ എവിടെ ഏതളവിൽ നൽകണം അതുപോലെ ചെയ്യുന്നവരാണ് അഹ്ലുസുന്ന. എന്നാൽ അതുകൊണ്ട് അത് അഹ്ലുസുന്നയുടെ അടയാളം. അതെങ്ങനെയാണ് അഹ്ലുൽ ബിദ്അഉമായി വേർതിരിയുന്നത്? എവിടെയാണത് അഹ്ലുൽ ബിദ്അഉമായി വേർതിരിയുന്നത്? അഹ്ലുൽ ബിദ്അത്തിൻ്റെ കക്ഷികൾ അവർ എത്ര നല്ല സ്വഭാവം ആളുകളോട് പുറമേക്ക് കാണിച്ചാലും യഥാർത്ഥത്തിൽ അഹ്ലുൽ ബിദ്അ അവരിലെ നേതാക്കന്മാർ സാധാരണക്കാരായ ഏതെങ്കിലും ആളുകൾ, വിവരമില്ലാതെ ഏതെങ്കിലും പഴച്ച കക്ഷിയിൽ ചേർന്ന് അങ്ങനെ നടക്കുന്നു. അവനെ നിങ്ങളിതിൽ, ഞാനീ പറയുന്നതിൽ ഒരു മാതൃകയായി അല്ലെങ്കിൽ ഒരു ഉദാഹരണമായി മനസ്സിലാക്കരുത്. അതേസമയം അഹ്ലുൽ ബിദ്അത്തിൻ്റെ കക്ഷികൾ, അതിൻ്റെ തലവന്മാർ, അവരെന്തെങ്കിലും ആരോടെങ്കിലും സൽസ്വഭാവത്തിലും വളരെ തേനൊലിപ്പിക്കുന്ന രൂപത്തിലും പെരുമാറുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് വേണ്ടിയല്ലാത്ത ജനങ്ങൾ അവരുടെ ബാത്തിലിലേക്ക് വശീകരിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. അതുകൊണ്ടാണ് നോക്കൂ അത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നുവെങ്കിൽ അവരത് അഹ്ലുസുന്നത്തിനോട് കാണിക്കണമായിരുന്നു. എന്നാൽ അഹ്ലുസുന്നത്തിൻ്റെ നേരെ വന്നാൽ അവരുടെ എല്ലാ സൽസ്വഭാവവും, എല്ലാ മര്യാദയും, എല്ലാ സംസ്കാരവും അവർ വലിച്ചെറിയുന്നത് കാണാം. ഏറ്റവും മോശമായ രൂപത്തിൽ അഹ്ലുസുന്നത്തിനോട് പെരുമാറും. എല്ലാ അതിക്രമങ്ങളും ചെയ്യും, ഇല്ലാത്തത് പറയും, ദുരാരോപണങ്ങൾ ഉന്നയിക്കും. അപ്പോൾ നോക്കുക, ആളുകളോട് ഈ തേനൊലിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നെങ്കിൽ എല്ലാവരോടും അത് കാണിക്കണ്ടേ? അതിക്രമം പാടുണ്ടോ? അക്രമം പാടുണ്ടോ? ദുൽമ പാടുണ്ടോ? നീതി പാലിക്കണ്ടേ? എന്നാൽ അഹ്ലുസുന്ന ഈ സൽസ്വഭാവങ്ങൾ അള്ളാഹുവിന് വേണ്ടി പാലിക്കുന്നവരാണ്. അത് എവിടെ, ഏതളവിൽ, ആരോട്, എങ്ങനെ എന്നതിൽ കിതാബും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം, അകൽച്ചയുടെ മാനദണ്ഡം അള്ളാഹു പഠിപ്പിച്ചതാണ്. ഇനി നോക്കൂ, അവർക്ക് എത്ര ദീനിൻ്റെ പേരിൽ അകൽച്ച ഉള്ളവരോടും പോകട്ടെ, മുസ്ലിമേ അല്ല, ഒരു കാഫിറാണ്, മുശ്രിക്കാണ്,
അവനോട് പോലും അവർ ദുൽമ പ്രവർത്തിക്കുകയില്ല, അനീതി ചെയ്യുകയില്ല, അക്രമം ചെയ്യും. കാരണം അക്രമം ഒരാളോടും പാടില്ല. അതിൽ നീതി എല്ലാവരോടുമുള്ളതാണ്. നീതി എല്ലാവരോടും നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു എന്നതിൻ്റെ പേരിൽ പോലും അതുപോലും ഒരു ഖൗമിനോട് അവരോടുള്ള അതിൻ്റെ പേരുള്ള വിദ്വേഷം, അവരോട് അതിക്രമം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. യഅദിലു, അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞു അല അല്ലാ തഅദിലു ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അല അല്ലാ തഅദിലു ഇഅദിലു ഹു അഖ്റബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അതിക്രമം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്, മറിച്ച് നിങ്ങൾ നീതി പാലിക്കുക. അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതാണ് ഈ കിതാബിൻ്റെ ചുരുക്കം, ഇതിൻ്റെ ഉള്ളടക്കം ഈ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഈ കിതാബിലേക്ക് കടക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹി വകഫാ ബില്ലാഹി ഷഹീദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇത് ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ ഖാലിഖായ നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ പേരിൽ വായന തുടങ്ങാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അത് എഴുതിയാൽ അത് പറഞ്ഞിട്ടാണ് വായിക്കുന്നവർ അത് വായിക്കുക. അതുപോലെ നോക്കൂ, ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് ബിസ്മി കൊണ്ടാണ്. എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ സ്വതന്ത്രമായ ആയത്തായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഉണ്ട്. അപ്പോൾ ഖുർആനിനെ പിൻപറ്റലാണ് നമ്മൾ എഴുത്ത് ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ആരംഭിക്കുക എന്നത്. കൂടാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകൾ ആരംഭിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻ-നംലിൽ സുലൈമാൻ അലൈഹിസ്സലാം എഴുതിയപ്പോൾ യമനിലെ രാജ്ഞിക്ക് അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യമനിലെ സബ എന്ന പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്ന ആ പെണ്ണിന് സുലൈമാൻ അലൈഹിസ്സലാം അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് എഴുതിയപ്പോൾ എന്താണ് അതേക്കുറിച്ച് അവർ ആ എഴുത്ത് ലഭിച്ചപ്പോൾ വായിച്ചത് ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എഴുത്തുകൾ നബി രാജാക്കന്മാർക്കും മറ്റും എഴുത്തുകൾ എഴുതിയിരുന്നു, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ഹുദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികൾക്ക് എഴുത്തുകൾ എഴുതുമായിരുന്നു. എന്തുകൊണ്ടാണ് ഭരണാധികാരികളെ പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നത്? കാരണം അവർക്ക് കീഴിൽ ഒരുപാട് ആളുകളുണ്ടാകും. അവർ ഇസ്ലാം സ്വീകരിച്ചാൽ, അവർ നന്മയിലേക്ക് കടന്നു വന്നാൽ അവരുടെ പിന്നാലെ ധാരാളം ആളുകൾ വരും. കാരണം ജനങ്ങൾ പൊതുവേ തെളിവുകളുടെ ബലാബലവും മറ്റും മറിച്ചു നോക്കുന്നവരല്ല ജനങ്ങളിൽ ഒരുപാട് ആളുകൾ. അവർ അനുകരണശീലം ഉള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ നന്മയിലേക്ക് വരും. പിന്നീട് ഈ ദീനിനെക്കുറിച്ച് പഠിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും സത്യമെന്ന്. ചിലപ്പോൾ ആദ്യം അവർ വരുന്നത് ദുനിയാവ് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും, പക്ഷേ പിന്നീട് ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും അവർക്കിഷ്ടം ഈ ദീനായി മാറും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് രാജാക്കന്മാർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുത്തുകൾ എഴുതിയിരുന്നു. ഹെറാഖിൽ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ എഴുത്ത് സഹീഹുൽ ബുഖാരി നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് റസൂലില്ലാഹ് ഇലാ ഹെറാഖിൽ അദീമിർ റൂം
അസ്ലിം തസ്ലം യുഅ്തിക അല്ലാഹു അജ്റക മറത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹിറാഖില അദീമിർ റൂം, റോമക്കാരുടെ ഭരണാധികാരിയായ ഹിറാഖിലിന്, അസ്ലിം താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക, തസ്ലം എങ്കിൽ താങ്കൾ രക്ഷപ്പെടും, യുഅ്തിക അല്ലാഹു അജ്റക മറത്തൈൻ അള്ളാഹു താങ്കൾക്ക് 2 തവണ പ്രതിഫലം നൽകും. ഇനി താങ്കൾ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ ഫഇന്നമ അലൈക ഇസ്മൽ അരിസിയീൻ, താങ്കളുടെ ഭരണാധികാരികളായ ആ കർഷകരായ ജനങ്ങളുടെ കൂടെ അവരുടെ കൂടി പാപഭാരം നിങ്ങൾക്ക് വന്നു ചേരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഖുർആനിലെ ആയത്ത് ആ എഴുത്തിൽ ഉൾക്കൊള്ളിച്ചു. അത് അദ്ദേഹം നസ്രാനിയായിരുന്നു, അതുകൊണ്ട് നസ്രാനികളെ പ്രത്യേകം അഭിസംബോധന ചെയ്യുന്ന ഖുർആനിലെ ആയത്ത് ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന ആയത്ത്. ഖുൽ യാ അഹ്ലൽ കിതാബ്, ഓ കിതാബ് നൽകപ്പെട്ടവരെ, വേദക്കാരെ, തആലൂ നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും നമുക്ക് നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് വരൂ, അല്ലാ നഅബുദ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കരുത്, അവനിൽ ഒന്നിനെയും നമ്മൾ പങ്കുചേർക്കരുത്, നമ്മിൽ ചിലർ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബുകളെ സ്വീകരിക്കരുത്, ഇലാഹുകളെ സ്വീകരിക്കരുത്, അതിലേക്ക് നിങ്ങൾ വരൂ എന്ന് തുടങ്ങുന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ എഴുത്തിൽ ഉൾക്കൊള്ളിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അത് എഴുതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തിൻ്റെ സീൽ അതിൽ വെക്കുമായിരുന്നു. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം സ്വീകരിച്ചത് തന്നെ, ഉണ്ടാക്കിയത് തന്നെ. നബി കത്തെഴുതാൻ തുനിഞ്ഞപ്പോൾ സഹാബത്തിൽ ചിലർ പറഞ്ഞു, നബിയെ അവർ മുദ്രയില്ലാത്ത സീൽ പതിക്കാത്ത കത്തുകൾ സ്വീകരിക്കുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീൽ എന്ന് പറയുന്നത്, അത് സ്വീകരിച്ചു. അതിൽ 3 വരികൾ ഉണ്ടായിരുന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നാണ് അതിലെഴുതിയത്. ഒരു വരി മുഹമ്മദ്, ഒരു വരി റസൂൽ, ഒരു വരി അള്ളാഹ്, ഇങ്ങനെ 3 വരികൾ ആ മോതിരത്തിൽ ഉണ്ടായിരുന്നു. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതിൽ അള്ളാഹ് എന്നതായിരുന്നു മുകളിൽ എന്നത്, അള്ളാഹ് എന്നതായിരുന്നു ആ 3 വരികളിൽ മുകളിലത്തെ വരി, അങ്ങനെയാണത് എഴുതിയത് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീൽ വെക്കാൻ, അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആവശ്യത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് സ്വീകരിക്കുക അനുവദനീയമാണ്. ആവശ്യമുണ്ടായാൽ അത് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ അനുവദനീയമാണ്. കാരണം യസീറായ വെള്ളി പുരുഷന്മാർക്ക് അനുവദനീയമാണ്, യസീറായ ഇത് മാത്രമാണ്. അതല്ലാതെ വെള്ളി പുരുഷന്മാർക്കാവാം എന്ന് പറഞ്ഞ് വെള്ളിയുടെ മാലയിട്ട് നടക്കാൻ പുരുഷന്മാർക്ക് പറ്റുമോ? വളയിട്ട് നടക്കാൻ ഇല്ല. എന്തുകൊണ്ടാണ്? അത് സ്ത്രീകളുടെ അലങ്കാരമാണ്, സ്ത്രീകളുടെ അലങ്കാരമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായ അവരുടെ സൗന്ദര്യത്തിന് ആവശ്യമായ അലങ്കാരങ്ങൾ പുരുഷൻ സ്വീകരിക്കുന്നത് പാടില്ല. സ്വർണ്ണമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വർണം പറ്റ പാടില്ല, തീരെ പാടില്ല. വെള്ളിയുടേതോ ഇതുപോലെ വളരെ യസീറായത് മാത്രമേ പറ്റുകയുള്ളൂ, കുറച്ച് അല്പം മാത്രം. മോതിരം അതിൽ പെട്ടതാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സീൽ സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ആ മോതിരം ഉണ്ടായിരുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ആ മോതിരം ഉണ്ടായിരുന്നു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു ഒരു കിണറ്റിൻ്റെ വക്കത്ത് ചെന്നപ്പോൾ അതതിൽ വീണുപോയി. 3 ദിവസം അതിൽ തിരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. 3 ദിവസം ആ കിണറിൽ തിരഞ്ഞു, എന്നിട്ടും ആ മോതിരം കിട്ടിയില്ല. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് അത് കിണറ്റിൽ വീണ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എഴുത്ത് എഴുതുകയുണ്ടായിട്ടുണ്ട്. ആ എഴുത്തുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണാം. അതുപോലെ സഹാബത്തിൻ്റെ എഴുത്തുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സകാത്തിൻ്റെ ഓഹരികൾ വിവരിച്ചുകൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്ഥലത്തെ ഈ കാര്യങ്ങൾ, ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അനസിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ അയച്ച എഴുത്ത് നമുക്ക് സഹീഹ് ബുഖാരിയിൽ കാണാം. സകാത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട്, സകാത്തിൻ്റെ കാലികൾ, അതിൻ്റെ സക്കാത്ത് എങ്ങനെയാണ്, എത്ര ആടിന് എത്ര ആട്, എത്ര ഒട്ടകം എത്തിയാൽ എത്രയാണ് സക്കാത്ത്, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന എഴുത്ത് കാണാം. അത് ആരംഭിച്ചത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ്. അതുപോലെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ പൊതുവെ ആരംഭിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിസാല ആരംഭിച്ചിട്ടുള്ളത്. എന്താണ് ബിസ്മിയുടെ അർത്ഥം? ബിസ്മി,
അള്ളാഹുവിൻ്റെ നാമം മുഖേന, അള്ളാഹുവിൻ്റെ നാമം മുഖേന, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം മുഖേന. അള്ളാഹുവിൻ്റെ നാമം മുഖേന എന്ത്? അള്ളാഹുവിൻ്റെ നാമം മുഖേന എന്ത്? ഒരാൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ വായിക്കുകയാണ് എങ്കിൽ ബിസ്മില്ലാഹി അഖ്റ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ വായിക്കുന്നു. ഒരാൾ എഴുതുകയാണ് എങ്കിൽ അവിടെ കണക്കാക്കേണ്ടത് എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ എഴുതുന്നു. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം എന്തു പ്രവൃത്തിയാണോ അവിടെ ചെയ്യുന്നത് അതാണ് അവിടെ കണക്കാക്കേണ്ടത്. പറയാനല്ല, മറിച്ച് അതാണ് അവിടെ കണക്കാക്കേണ്ടത്. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ എന്ത് പ്രവൃത്തിയാണോ അതിനുശേഷം ചെയ്യുന്നത് അതാണ് അവിടെ കണക്കാക്കുന്നത്. അതോ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ഇന്നെന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ എന്നതുകൊണ്ട് അവനോട് സഹായം തേടുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തിലല്ലാതെ ബിസ്മില്ലാ യോജിക്കുകയില്ല. കാരണം അള്ളാഹുവിനോട് അതിന് സഹായം തേടുകയാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുക? ഒരാൾക്ക് മദ്യപിക്കുമ്പോൾ വലഇയാദു ബില്ലാഹ് എങ്ങനെ അള്ളാഹുവിൻ്റെ നാമം അവിടെ സ്മരിക്കാൻ സാധിക്കും? യോജിക്കുകയില്ല. കാരണം അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു വിലക്കിയ ഹറാമായ കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കാൻ ഇത് മാത്രം പോരെ? ആലോചിച്ച് നോക്കൂ, റബ്ബിൻ്റെ പേരിൽ നിനക്ക് തുടങ്ങാൻ സാധിക്കാത്തൊരു കാര്യം എന്ത് ബറക്കത്താണ് അതിലുള്ളത്? അത് നാശത്തിലേക്കല്ലാതെ എന്തിലേക്കാണ് നമ്മെ നയിക്കുക? അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കപ്പെടാത്തതെല്ലാം ശപിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ الدنيا ملعونة ملعونة ما فيها إلا ذكر الله وما والاه أو عالما أو متعلما. ഈ ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. ദുനിയ മൽഊന മൽഊനതു മാ ഫിഹ, അതിലുള്ളതെല്ലാം അഥവാ അതിൽ നിന്നെല്ലാം ബറക്കത്ത് നീക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ ദിക്ർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണ ഒഴികെ, വമ വലാഹ്, അതുമായി ബന്ധപ്പെട്ടതൊഴികെ, ഔ ആലിമൻ ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ ഒരു ആലിം, ഒരു പണ്ഡിതൻ ഒഴികെ, മതവിജ്ഞാനം പഠിച്ച ഒരു പണ്ഡിതൻ ഒഴികെ, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതവിദ്യാർത്ഥി ഒഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അപ്പോൾ റബ്ബിൻ്റെ പേര് പറയാൻ സാധിക്കാത്ത അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, ബാക്കി എല്ലാത്തിനും നിനക്ക് അള്ളാഹുവിൻ്റെ പേര് പറയാമല്ലോ, ബിസ്മില്ലാ പറഞ്ഞ് നിനക്ക് ആരംഭിക്കാമല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേര് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ചെല്ലാൻ സാധിക്കുക? ഒരാൾ ഒരു ഷർറായ കാര്യം ഉദ്ദേശിച്ച് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, തിരിച്ചു വരുന്നത് വരെ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ ധിക്കരിക്കാനാണ് അവൻ കാലുകൾ എടുത്തു വെക്കുന്നത്. അള്ളാഹു നൽകിയ കാലുകൾ, അള്ളാഹു നൽകിയ കണ്ണുകൾ കൊണ്ട് നോക്കി, റബ്ബ് നൽകിയ ആരോഗ്യം കൊണ്ട് അവൻ സഞ്ചരിക്കുന്നു. എന്തിന്? റബ്ബിനെ ധിക്കരിക്കാൻ. സുബ്ഹാനല്ലാഹ്, അത് നമുക്ക് അതിൻ്റെ ഗൗരവം ഇതിലൂടെ മനസ്സിലാക്കാം. ബിസ്മില്ലാ, അതായത് അള്ളാഹുവിൻ്റെ പേരിൽ ഞാനിത് ചെയ്യുന്നു. എന്താണോ ചെയ്യുന്നത് അത് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട്, അതിനാണ് അവൻ്റെ പേര് പറയുന്നത്. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേരിൽ തുടങ്ങിയാൽ അത് ഖൈറുള്ളതാണ്. അള്ളാഹുവിൻ്റെ പേര് മുഖേന നീ കാവൽ തേടിയാൽ ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. അതല്ലേ രാവിലെ വൈകുന്നേരമുള്ള ദുആയിലുള്ള ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. എന്താണ് ബിസ്മില്ലാ എന്ന് ആദ്യം പറയുന്നത്? അഥവാ ബിസ്മില്ലാഹി അസ്തഈദു എന്നാണ് അവിടെ കണക്കാക്കേണ്ടത്, പറയാനല്ല. അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ഞാനിതാ കാവൽ തേടുന്നു എന്നാണ്. ബിസ്മില്ലാഹ് അല്ലദി ലാ യദുറു, അവൻ്റെ പേരിനോടൊപ്പം അഥവാ അവൻ്റെ പേര് മുഖേന കാവൽ തേടിയാൽ ഉപദ്രവിക്കുകയില്ല. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ പേരിൻ്റെ കൂടെ അവൻ്റെ പേര് കൊണ്ട് കാവൽ തേടിയാൽ ഉപദ്രവിക്കുകയില്ല. ഷൈഉൻ, ഒന്നും, ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നും ഉപദ്രവിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം 3 തവണ ഈ ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. ഒന്നും ഉപദ്രവിക്കുകയില്ല. അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റഹിമഹുല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബാൻ ഈ ദിക്ർ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ഭാഗം തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞാൽ എന്താ ഈ ദിക്ർ ചൊല്ലിയിട്ടും ഇദ്ദേഹത്തിന് ഇത് പറ്റിയോ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഹദീസ് എൻ്റെ പിതാവ് ഉസ്മാൻ അദ്ദേഹത്തെക്കുറിച്ച് കളവ് പറഞ്ഞതല്ല, സത്യമാണ്. ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ ഹദീസ് കളവ് പറഞ്ഞതല്ല, ഹദീസ് സത്യമാണ്. പക്ഷേ ഞാൻ
ദേഷ്യം പിടിച്ചു എന്തോ കാര്യത്തിന്. അങ്ങനെ ഈ ദിക്ർ പറയാൻ ഞാൻ മറന്നുപോയി, ഈ അപകടം എനിക്കുണ്ടായി. അബാൻ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റഹിമഹുല്ലാ എന്ന താബിഈ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവർ എന്താണ് മനസ്സിലാക്കിയത്? ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ ആ ദിക്ർ മുഖേന ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വിധി ഉണ്ടായി ആ അപകടം സംഭവിക്കണമെന്ന്, ആ ദിക്ർ പറയാൻ മറന്നുപോയി, അപകടം സംഭവിച്ചു. രാവിലെയും വൈകുന്നേരം 3 തവണ ചൊല്ലുക, മറക്കാതെ ചൊല്ലുക. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ പേര് മുഖേന, അഥവാ അത് മുഖേന ഞാൻ കാവൽ തേടുന്നു. അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, അവൻ്റെ പേരിനോടൊപ്പം ഉപദ്രവിക്കുകയില്ല, അതുകൊണ്ട് കാവൽ തേടിയാൽ ഉപദ്രവിക്കുകയില്ല. ഷൈഉൻ ഫിൽ അർദ്, ഭൂമിയിലൊന്നും ഉപദ്രവിക്കുകയില്ല. വലാ ഫിസ് സമാ, ആകാശത്തിലൊന്നും ഉപദ്രവിക്കുകയില്ല. വഹുവസ് സമീഉൽ അലീം, അള്ളാഹു അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അൽ അലീം എല്ലാം അറിയുന്നവൻ. അപ്പോൾ നോക്കൂ, അതിനുശേഷം ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൽ അള്ളാഹു എന്ന റബ്ബിൻ്റെ പേരുകളിൽ ഏറ്റവും മഹത്വമുള്ള പേരിൻ്റെ കൂടെ അർ റഹ്മാൻ റഹീം എന്നീ 2 പേരുകൾ കൂടി പറയുന്നു. അർ റഹ്മാൻ റഹീം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യമെന്ന വിശേഷണം ആണ് ഈ 2 പേരുകളിലുമുള്ളത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ ആരംഭിക്കുന്ന, അതിൽ ഓരോ സൂറത്തുകളും ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ അള്ളാഹു അവൻ്റെ റഹ്മത്തിലേക്ക്, അതിലേക്ക് എത്തിച്ചേരാൻ, അവൻ്റെ റഹ്മത്ത് തേടാൻ അള്ളാഹു അതിലൂടെ നമ്മെ ഏവരെയും അതിലേക്ക് ഉണർത്തുന്ന ഒരു പദമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ്റെ ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിലൊന്നാണ്. അവൻ്റെ അറിവ് ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിലൊന്നാണ് അവൻ്റെ റഹ്മത്ത്. കാരണം അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ റഹ്മത്തും എത്താത്ത എവിടെയുണ്ട്, അത് കിട്ടാത്ത ഏതിടമുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എവിടെയും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടായത്, നമുക്ക് ഈ സൗകര്യങ്ങളുണ്ടായത്, നമ്മുടെ ജീവിക്കുന്നത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. അതോടൊപ്പം അവൻ ഹിക്മത്തുള്ളവനാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. അവൻ്റെ കാരുണ്യത്താൽ ഒരു പക്ഷേ ദുനിയാവിൽ ചില മുസീബത്തുകൾ വരുത്തി വെക്കും. എന്തിനു വേണ്ടി? അവൻ അതിനേക്കാൾ വലിയ നന്മ, നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ നന്മ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അതാളുകൾക്ക് പാഠമായിരിക്കും, ചിലർക്ക് ശിക്ഷയായിരിക്കും, അതുപോലെ ചിലർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമായിരിക്കും, ചിലരുടെ സബറിനുള്ള പ്രതിഫലമായിരിക്കും. അത് സഹോദരങ്ങൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട പാഠമാണ്. റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ളത് റഹ്മത്ത് എന്ന വിശേഷണമാണ്. റഹീം എന്ന പേരിലും റഹ്മത്ത് എന്ന വിശേഷണമാണ്. പിന്നെന്താണ് ഈ 2 പേരുകൾ തമ്മിലുള്ള വ്യത്യാസം? റഹ്മാൻ എന്നാൽ അതിനർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാസിഅത്തായ റഹ്മത്ത് അവനുണ്ട് എന്നതാണ്. അഥവാ അവൻ ദുർറഹ്മത്തിൽ വാസിഅ, ഏറ്റവും വിശാലമായ കരുണ ഉള്ളവനാണ് റബ്ബ് എന്നതാണ് റഹ്മാൻ എന്ന പേരിലുള്ളത്. റഹീം എന്ന പേരിലോ അവൻ ദുർറഹ്മത്തി അൽ വാസില, അവൻ ആ റഹ്മത്ത് നൽകുന്നവനാണ്, പടപ്പുകൾ കേൾക്കുന്നവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അവൻ റഹ്മത്തുള്ളവനാണ്, റഹ്മാനാണ് അവൻ. അതുപോലെ അവൻ പടപ്പുകൾക്ക് കാരുണ്യമേകുന്നവനാണ്. അങ്ങനെയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, ഈ കിതാബിലെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, ഇക്കാലത്ത് നമ്മുടെ ഈ സമകാലീന സംഭവങ്ങൾ, അതിനിടയിൽ പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിയെ അതിനെ പഴിച്ച് സംസാരിക്കുന്നത് കാണാം. വിശ്വാസമുണ്ട് എന്ന് പറയുന്നവർ പോലും അള്ളാഹുവിനെ കുറിച്ച് എന്തുകൊണ്ടാണിങ്ങനെ, എന്താണിങ്ങനെ, റബ്ബ് അവൻ്റെ കരുണ എവിടെ എന്നിങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഇവർ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അദിലാണ്, ഏറ്റവും നീതിയുള്ളവനാണ്. നമുക്ക് ഈ നീതിബോധം മനസ്സിൽ തന്നവൻ റബ്ബാണ്. അവൻ പടപ്പുകളോട് ഒരു അതിക്രമവും ചെയ്യുകയില്ല. അവൻ റഹ്മാനാണ്, റഹീമാണ്, ഏറ്റവും കരുണയുള്ളവനാണ്. നോക്കൂ, അവൻ എവിടെയെങ്കിലും അവൻ്റെ വിധിയാൽ ഒരു മുസീബത്തുണ്ട് എങ്കിൽ ലോകത്ത് എത്രയോ കോടാനുകോടി ജനങ്ങൾ ആഫിയത്തിൽ ഒരു പ്രയാസമില്ലാതെ ജീവിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഭൂമിയിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ
എല്ലാവരെയും നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് ആരാണ് അവനെ തടയാനുള്ളത്? ആരാണ് അവനെ തടയുക? അവൻ റഹ്മാനാണ്, റഹീമാണ്. അവൻ ഹിക്മത്തുള്ളവനാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. ഈ ലോകത്ത് ഒരു ഇല വീഴുന്നുണ്ട് എങ്കിൽ അള്ളാഹു അതിന് പിന്നിൽ ഒരു യുക്തി ഉദ്ദേശിച്ചിട്ടുണ്ട്, കാരണമുണ്ട്, ഒന്നും വെറുതെ അല്ല. അള്ളാഹു അലീമാണ്, ഏറ്റവും അറിവുള്ളവനാണ്. നമ്മൾ അറിവില്ലാത്തവരാണ്, നമുക്കറിയില്ല എന്താണ് അള്ളാഹുവിൻ്റെ വിധിയുടെ എല്ലാം പിന്നിലുള്ള ഹിക്മത്ത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരണമെന്നില്ല. അവൻ ഹക്കീമാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ ധാരാളമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അറിവിൻ്റെ പകുതി ഒരാൾക്ക് അറിയിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവൻ്റെ അറിവിൻ്റെ പകുതി അള്ളാഹു ഒരാൾക്ക് നൽകി, അള്ളാഹു നിനക്ക് നൽകി. എങ്കിൽ പോലും റബ്ബിൻ്റെ വിധിയാൽ ഒരു കാര്യം സംഭവിച്ചാൽ ഇതെന്തേ ഇങ്ങനെ, അതിലൊരു ഹിക്മത്തില്ല, അതിന് ഒരു കാരണമില്ല, ഒരു യുക്തിയില്ല എന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? കാരണം അതിൻ്റെ യുക്തി അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തരാതെ വെച്ച അടുത്ത പകുതിയിലായിരിക്കാം. പകുതി അള്ളാഹു നിനക്ക് അറിവ് നൽകിയിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും യഥാർത്ഥത്തിൽ എന്താണ് മനുഷ്യരുടെ അറിവിൻ്റെ സ്ഥിതി? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. മനുഷ്യർക്ക് അറിവിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മൂസാ നബിയും ഖദർ നബിയും ആ കപ്പലിൽ യാത്ര ചെയ്യവേ ഒരു കുരുവി തൻ്റെ കൊക്ക് ആ വെള്ളത്തിൽ മുക്കിയെടുത്തു. ഖദർ മൂസാ നബിയോട് പറഞ്ഞു, മഇൽമി വഇൽമുക വഇൽമുൽ ഖലായിഖ് ഫി ഇൽമില്ലാഹ്, എൻ്റെയും താങ്കളുടെയും പടപ്പുകളുടെയും മുഴുവൻ അറിവ് അള്ളാഹുവിൻ്റെ അറിവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ കുരുവി തൻ്റെ കൊക്ക് കടലിൽ മുക്കിയതുപോലെ മാത്രമാണ്. ഇതാണ് മനുഷ്യരുടെ അറിവ്. നമ്മൾ അറിവില്ലാത്തവരാണ്, അള്ളാഹുവാണ് അറിയുന്നവൻ. അതുകൊണ്ട് അറിവില്ലാത്ത നമുക്ക് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഹിക്മത്തിൻ്റെ ചോദ്യം ചെയ്തുകൂടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏവരും പാലിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു വിമാനം, ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നു, ഒരു വിവരവുമില്ലാത്ത അതിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരനായ ഒരാൾ ആ വിമാനത്തിൻ്റെ കോക്പിറ്റിലേക്ക് കയറി, പൈലറ്റുമാരിയ്ക്കുന്ന സ്ഥലത്തേക്ക് കയറി. എന്നിട്ട് അയാൾ ചോദിക്കണം, എന്താണ് ഇയാൾ ചെയ്യുന്നത്? ഒരാൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു, ഒരാൾ അത് പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു, എന്താണ് ഇതൊക്കെ ഈ ചെയ്തു കൂട്ടുന്നത് എന്നൊരാൾ ചോദിച്ചാൽ എന്തായിരിക്കും ആൾക്ക് ലഭിക്കുന്ന മറുപടി? മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു സർജറി നടക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ കയറിയിട്ട് ഡോക്ടറെ കാലങ്ങളായി ആ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ഇയാൾ കത്തിവെച്ച് അവിടെ കീറുന്നു, ഇവിടെ മുറിക്കുന്നു, അവിടെ തുന്നുന്നു, അവിടെ അങ്ങനെ ചെയ്യുന്നു, ഇവിടെ കുത്തുന്നു, എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത്? ഇതിൻ്റെയൊക്കെ യുക്തി എന്താണ്? എനിക്കിതൊക്കെ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവന് ലഭിക്കുന്ന മറുപടി? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവന് കിട്ടുന്ന ചോദ്യം എന്തായിരിക്കും? നീ ആരാണ് ചോദിക്കാൻ? എങ്കിൽ സഹോദരങ്ങൾ, നമ്മൾ ആരാണ്? അള്ളാഹുവിൻ്റെ അറിവുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ അറിവ് എവിടെയാണ്? ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്കേവർക്കും അറിയുന്ന കാര്യമാണ്. അറിവുള്ള, അതിൻ്റെ ഹിക്മത്ത് പഠിച്ചിട്ടുള്ള ഒരാളുടെ പ്രവൃത്തി അത് നമുക്കെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവ്, സുബ്ഹാനല്ലാഹ്, എന്താണ്? മണൽച്ചരികളുടെ എണ്ണം അവനറിയാം, മഴത്തുള്ളികളുടെ എണ്ണം അവനറിയാം, കടലിലെ നുരകൾ അതിൻ്റെ എണ്ണം അവനറിയാം, കരയിലെയും കടലിലെയും സകലതും അള്ളാഹുവിൻ്റെ അറിവിലുള്ളതാണ്. അവൻ ഏറ്റവും ഹിക്മത്തുള്ളവൻ, അവൻ റഹ്മാനാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാവതല്ല, വഹും യുസ്അലൂൻ, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. എന്തുകൊണ്ടാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാവതല്ല എന്ന് പറഞ്ഞത്? ലികമാലി ഇൽമിഹ്, അവൻ്റെ അറിവ് അത്രയും സമ്പൂർണ്ണമാണ്. അവൻ്റെ ഇസ്സത്തും അവൻ്റെ കഴിവും അവൻ്റെ ഹിക്മത്തും അത്രയും സമ്പൂർണ്ണമാണ്. പോരാ, അവൻ്റെ റഹ്മത്ത് ഏറ്റവും സമ്പൂർണ്ണമാണ്. അവൻ ഏറ്റവും റഹ്മത്തുള്ളവനാണ്. അവൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാവതല്ല. നിനക്കറിയാത്ത എത്ര അനേകം നന്മകൾ നീ അപകടമാണ്, പ്രയാസമാണ് എന്ന് വിചാരിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും. നിനക്കറിയാത്ത അനേകം നന്മകൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ദുനിയാവിൽ നിശ്ചയിക്കുക അവൻ്റെ മശീഅത്ത്, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ചാണ്, അവൻ്റെ യുക്തി അനുസരിച്ചാണ്. അവൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, അവനിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ സംഭവിക്കണം എന്നവൻ വിധിക്കും. എന്തിനു വേണ്ടി? അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. നോക്കൂ, ദുനിയാവിൽ മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, കൊലപാതകമുണ്ട്, അതിനു മുകളിൽ ശിർക്കും കുഫ്റുമുണ്ട്. ശരിയല്ലേ? ശരിയാണ്.
അള്ളാഹു വിധിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. അമ്മ ചശാഉന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങളൊരാളും ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ ഖൽഖാണ് ആ പ്രവർത്തികളെല്ലാം. ആളുകൾ അത് ചെയ്യുന്നു, അവരതിന് ഉത്തരവാദികളാണ്. പക്ഷെ അതിനു മുകളിൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ട്. മനുഷ്യർ അള്ളാഹുവിൻ്റെ പടപ്പുകളാണെങ്കിൽ അവരുടെ പ്രവർത്തികളും അള്ളാഹുവിൻ്റെ പടപ്പാണ്. ഇത് രണ്ടും ഒരുപോലെ ഒരു മുസ്ലിം വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അതുപോലെ പടപ്പുകൾക്ക് അവരുടേതായ ഉദ്ദേശവും പ്രവർത്തനവും ഉണ്ട് എന്ന് മുസ്ലിം വിശ്വസിക്കണം. അതുകൊണ്ട് ഈ കുഫറും ശിർക്കുമെല്ലാം അള്ളാഹുവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അതിലപ്പുറത്ത് അള്ളാഹു അതിനേക്കാൾ വലിയ നന്മ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇബ്ലീസ് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന അവൻ്റെ പടപ്പുകളിൽ ഒരുവനാണ്. അള്ളാഹുവിൻ്റെ ശത്രുവാണ്. പക്ഷെ അള്ളാഹുവാണ് അവനെ പടച്ചത്. അള്ളാഹു അവനെ പടച്ചതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന വലിയ നന്മകളുണ്ട്. തിന്മ ഇവിടെ നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന വലിയ നന്മകളുണ്ട്. എന്തൊക്കെയാണത്? ഒരുപാടുണ്ട്. ഇതിൽ ചിലത് ഞാൻ പറയട്ടെ. ഇപ്പോൾ തിന്മ ഉണ്ട് എന്നതുകൊണ്ടാണ് നന്മക്ക് വിലയുണ്ടായത്. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. തിന്മയുണ്ട് എന്നതുകൊണ്ടാണ് നന്മയുടെ വില നീ മനസ്സിലാക്കിയത്. നന്മക്ക് അതുകൊണ്ടാണ് വലിപ്പം ഉണ്ടായത്. പിന്നെ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഗഫൂറാണ്. അവൻ റഹ്മാനാണ്. അവൻ ഗഫൂറാണ്, റഹീമാണ്, തൗവാബാണ്. തൗബ സ്വീകരിക്കുന്നവനാണ്, പാപം പൊറുക്കുന്നവനാണ്. അള്ളാഹുവിന് ഈ പേരുകൾ നമ്മെ പഠിച്ചതിന് ശേഷം കിട്ടിയതാണോ? ഒരിക്കലുമല്ല. അള്ളാഹു ഗഫൂറാണ്. അവൻ ആദ്യമേ ഗഫൂറാണ്. അവൻ ആദ്യമേ തൗവാബാണ്. അതുകൊണ്ട് അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്. ആ പാപങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ എന്തു വേണം? പാപങ്ങളുണ്ടാകണം. എങ്കിലാണ് അത് പൊറുക്കുക. തൗബ തൗബ ആരാണ് തൗബ ചെയ്യുക? തെറ്റ് ചെയ്തവനാണ്. എന്നിട്ടാണ് അവൻ തൗബ ചെയ്യുക. അതുപോലെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ എന്ത് വേണം? ഇത് രണ്ടും വേണം. അതുപോലെ തിന്മയുടെ വക്താക്കൾ നന്മയുടെ ആളുകൾക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങളിൽ ഇവർക്ക് സബറിൻ്റെ വലിയ പ്രതിഫലം അള്ളാഹു നൽകും. അത് ലഭിക്കണമെങ്കിൽ ഇത് രണ്ടും വേണം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. എന്തു വേണം? തിന്മ ഉണ്ടെങ്കിലാണ് തിന്മ വിരോധിക്കുക. ഈ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകണം. ഇങ്ങനെ അള്ളാഹുവിന് അറിയാവുന്ന ധാരാളക്കണക്കിന് ഹിക്മത്തുകൾ അവൻ തിന്മകൾ ദുനിയാവിൽ നിശ്ചയിച്ചതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ മുസീബത്തുകൾ നിശ്ചയിച്ചതിൻ്റെ പിന്നിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബുൽ ആലമീൻ നോക്കാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ശറഅ അനുസരിച്ചിട്ടാണ്. അഥവാ അള്ളാഹുവിൻ്റെ വിധി അവൻ്റെ പ്രാപഞ്ചികമായ വിധി മാത്രമല്ല, അവൻ്റെ ദീനിയായ വിധി ഇവിടെ ഉണ്ട്. ഖദറുണ്ട്, ശറഉണ്ട്. ഖദർ മാത്രമാണ് ഉള്ളത്, അല്ല ശറഉമുണ്ട്. അള്ളാഹു ആകാശഭൂമികളെ പടച്ച് ഇതൊക്കെ നിശ്ചയിച്ചിട്ട് നിന്നെ ഇവിടെ വെറുതെ അയച്ചതല്ല. നീ എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന് അള്ളാഹു നബിമാരെ നിയോഗിച്ച് കിതാബുകൾ അവതരിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഖദറിനെ നീ ശറഅ കൊണ്ട് നേരിടണം. നൂഹ് അലൈഹിസ്സലാം ആ തുഫാൻ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കപ്പലിൽ കയറിയതുപോലെ, ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ, ആ വെള്ളപ്പൊക്കം അള്ളാഹുവിൻ്റെ ഖദറാണെങ്കിൽ കപ്പൽ അള്ളാഹുവിൻ്റെ ശറഅാണ്. അഥവാ അതാണ് കൽപ്പന. അതാണ് കൽപ്പന, കപ്പലിൽ കയറാനാണ്. അതുപോലെ ദുനിയാവിൽ ഏതേത് കാര്യങ്ങൾ നടന്നാൽ നീ എന്ത് ചെയ്യണം അള്ളാഹു നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കിതാബും സുന്നത്തും അള്ളാഹു നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അള്ളാഹു നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല. പക്ഷെ നീ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നിന്നെ അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തരെ വ്യക്തിപരമായി എന്താണ് ചെയ്യുക അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹു നന്മ ചെയ്തവർക്ക് എന്ത് നൽകും, തിന്മ ചെയ്തവർക്ക് എന്ത് നൽകും എന്നറിയിച്ചിട്ടുണ്ട്. നിനക്ക് നന്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, തിന്മ അറിയിച്ചു തന്നിട്ടുണ്ട്. നീ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിബാറുകളായ സഹാബിമാരിൽ ചിലർ ചോദിച്ചു, എന്ത് നബിയെ, എന്താണ് കാര്യങ്ങളുടെ സ്ഥിതി? അതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണോ, അതല്ല പുതുതായി ഉണ്ടാകുന്നതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. സഹാബത്ത് ചോദിച്ചു, ഫഫീമൽ അമൽ, പിന്നെ എന്തിനാണ് പ്രവർത്തനങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്മലൂ ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, പ്രവർത്തിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, ഓരോന്നും അത് എന്തിനു വേണ്ടി പടക്കപ്പെട്ടോ അതിലേക്ക് എളുപ്പം നൽകപ്പെട്ടതായിരിക്കും. സ്വർഗത്തിനു വേണ്ടിയാണോ അള്ളാഹു നിന്നെ പടച്ചത്, സ്വർഗത്തിലേക്കുള്ള അമൽ ചെയ്യാൻ അള്ളാഹു നിനക്ക് എളുപ്പം നൽകും. നരകത്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത്, അതിലേക്കുള്ള പ്രവർത്തനം ഒരുവന് എളുപ്പമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ആയത്ത് ഓതി, ഫഅമ്മാ മൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. ആരാണോ
നൽകിയത്, അള്ളാഹുവിനെ സൂക്ഷിച്ചത്, അവൻ അള്ളാഹു ഏറ്റവും എളുപ്പമായതിലേക്ക് എളുപ്പം നൽകും. ആരാണോ പിശുക്ക് നടിച്ചത്, അഹങ്കരിച്ച് താൻ തന്നെ മതി എല്ലാത്തിനും എന്ന് വിചാരിച്ചത്, ഏറ്റവും നല്ലതിനെ നിഷേധിച്ചത്, അവൻ അള്ളാഹു പ്രയാസമായതിലേക്ക് വഴി എളുപ്പമാക്കി കൊടുക്കും. ആദ്യത്തവൻ നൽകിയവനാണ്, ദാനം ചെയ്തവനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചവനാണ്, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിയവനാണ്. രണ്ടാമത്തവൻ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് എവിടേക്കാണ് പോക്ക് എന്നത് അറിയാൻ, അതിലേക്ക് സൂചന ലഭിക്കാൻ നിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. നോക്കൂ, ആ ഹദീസിൽ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖദറുമുണ്ട്, ശർഉമുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയുമുണ്ട്, അവൻ്റെ ദീനുമുണ്ട്. ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കുക. അതെന്താണ്? ശർആണ്, ദീനാണ്. കുല്ലുൻ മുയസ്സറു ലിമാ ഖുലിഖ ലഹ്, എല്ലാവരും എന്തിലേക്ക് പടക്കപ്പെട്ടോ അതിലേക്ക് എളുപ്പം നൽകപ്പെട്ടവരാണ്. അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. നീ അള്ളാഹുവിൻ്റെ ശർഅ അനുസരിക്കുക. ഇഅ്മലു, പ്രവർത്തിക്കുക. ദുനിയാവിൻ്റെ കാര്യത്തിൽ നീ അങ്ങനെയാണ് ചെയ്യുന്നത്. ദുനിയാവിൽ വിധിയാണെന്ന് പറഞ്ഞ ഒരാളും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല, വിശന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വിധി ഉണ്ടെങ്കിൽ എൻ്റെ വിശപ്പ് മാറിക്കോളും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കുമോ? ഇല്ല, ഭക്ഷണം കഴിക്കും. അപ്പോൾ നീ അള്ളാഹിൻ്റെ വിധിയിൽ നിന്ന് പുറത്തിയാടിയോ? ഇല്ല, നീ ഭക്ഷണം കഴിച്ചതും അള്ളാഹിൻ്റെ വിധി തന്നെയാണ്. വയറ് നിറഞ്ഞതും അള്ളാഹുവിൻ്റെ വിധി തന്നെയാണ്. നേരത്തെ നിനക്ക് വിശന്നതും അള്ളാഹുവിൻ്റെ വിധി തന്നെയാണ്. അപ്പോൾ നീ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ദുനിയാവിൻ്റെ കാര്യത്തിൽ നീ അത് ചെയ്യുന്നുണ്ട്. ദീനിൽ നീ അത് പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കരുത്. അള്ളാഹുവിനെക്കുറിച്ച് അനീതിയോ അതിക്രമമോ ആരോപിക്കരുത്. ഇസ്ലാം അത് പുറത്തു പോകും. അള്ളാഹു അനീതി ചെയ്യുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തിയുണ്ട്. നമുക്കറിയാത്ത പലതും അതിനു പിന്നിലുണ്ട്. ചിലത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരും, ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരും. ചിലത് നമുക്ക് അള്ളാഹു അറിയിച്ചു തരികയില്ല. അള്ളാഹു ഏത് അവസ്ഥയിലും അവൻ്റെ ദീൻ മുറുകെ പിടിക്കാനും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.